നമസ്കാരം. എല്ലാ മലയാളി പ്രേക്ഷകർക്കും SU വിഷൻ അവതരിപ്പിക്കുന്ന ടെലിവിഷൻ ടെക്നോളജി എന്ന പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം അസുമോനാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ വന്നിരിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ നമ്മൾ എയർടെലിൻ്റെ DTH ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ എയർടെലിൻ്റെ DTH ഉപയോഗിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം, അവരുടെ റിമോട്ടിനൊരു പ്രത്യേകതയുണ്ട്. അതായിട്ടുണ്ടെങ്കിൽ അവരുടെ റിമോട്ടിന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഡെമ്മി 2 സ്വിച്ചുകൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതായത് ഒന്ന് TV എന്ന പേരിലും ഒന്ന് AV എന്ന പേരിലുമായിട്ട് 2 സ്വിച്ചുകൾ, ഡെമ്മി സ്വിച്ചുകൾ സെറ്റ് ഓഫ് ബോക്സിൻ്റെ റിമോട്ടിൽ, എയർടെൽ ഡിജിറ്റൽ TVയുടെ സെറ്റ് ഓഫ് ബോക്സിൻ്റെ റിമോട്ടിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ടിവിയുടെ റിമോട്ടിൽ ഒരു പവർ ബട്ടൺ ഉണ്ടാവും. അതുപോലെ തന്നെ സോഴ്സ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അതായത് AV അല്ലെങ്കിൽ HDMI മീഡിയ, അങ്ങനെ നമ്മുടെ മൂഡ്, ടിവിയുടെ മൂഡ് ഏതാണെന്നനുസരിച്ച് അതിന് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷനാണ് ഈ സോഴ്സ് എന്ന്. അല്ലെങ്കിൽ മറ്റുള്ള ടിവികളാണ്, സാധാരണ നോർമൽ ടിവികളാണെങ്കിൽ AV എന്ന് പറഞ്ഞ ഒരു ബട്ടൺ ആയിരിക്കും ഉണ്ടാവും. അത് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി AV എന്ന മൂഡിലേക്ക് മാറുകയാണ് ചെയ്യുക ടിവിയിൽ. അപ്പോൾ ഈ ടിവിയുടെ ആ റിമോട്ടിലുള്ള ആ ഒരു ഫംഗ്ഷൻ, അതായത് ഒന്നാമത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടിവിയുടെ പവർ ബട്ടൺ, നമ്മൾ റിമോട്ടിൽ നമ്മൾ എന്ത് ചെയ്യണം, ടിവിയുടെ പവർ ബട്ടൺ ഓൺ ചെയ്യുക, TV ഓഫ് ചെയ്യുക, അതിൻ്റെ യൂസ്. അതുപോലെ തന്നെ നമ്മുടെ മൂഡ്, ടിവിയുടെ ഏത് മൂഡിൽ നിന്ന് മറ്റൊരു മൂഡിലേക്ക് ടിവിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി, അതിൻ്റെ ആ ഒരു ഓപ്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം AV ആണോ HDMI ആണോ അല്ലെങ്കിൽ മീഡിയ ആണോ, ഏത് മോഡിലേക്കാണ് നമ്മൾ ചെയ്യുക, അപ്പോൾ അതിനാണ് AV അല്ലെങ്കിൽ സോഴ്സ് എന്ന് പറഞ്ഞൊരു ബട്ടൺ. അപ്പോൾ ഈ 2 ബട്ടണും കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമ്മുടെ സെറ്റ് ഓഫ് ബോക്സിൻ്റെ റിമോട്ടിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, പെയർ ചെയ്യാൻ കഴിയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് റിമോട്ടുകൾ നമ്മുടെ വിപണിയിൽ ലഭ്യമാണ്. അതായത് പെയർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് റിമോട്ടുകൾ ലഭ്യമാണ്. പക്ഷേ എന്താ വെച്ചാൽ, നമ്മൾ എയർടെൽ കസ്റ്റമർ ആണെങ്കിൽ, നമ്മൾ എയർടെൽ DTH യൂസ് ചെയ്യുന്ന കസ്റ്റമർ ആണെങ്കിൽ അവർ ഒറിജിനൽ റിമോട്ട്, അപ്പോൾ നമ്മുടെ ഒറിജിനൽ റിമോട്ടിന് കുറച്ചുകൂടെ ക്വാളിറ്റി കൂടുതലായിരിക്കും, കുറച്ച് ലൈഫ് കൂടുതലായിരിക്കും. അപ്പോൾ അവർ ഒറിജിനൽ റിമോട്ടിൽ ഡിജിറ്റൽ TV അവർ കൊടുത്തിട്ടുണ്ട്. എയർടെൽ ഡിജിറ്റൽ TV അവർ സെറ്റ് ഓഫ് ബോക്സിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട്. ആ റിമോട്ടിൽ 2 ഡെമ്മി സ്വിച്ചുകൾ, അതിൻ്റെ ഒന്ന് കൊടുത്തിരിക്കുന്നത് TV എന്ന ഒരു പേര് ചെയ്തിട്ടുള്ള ഒരു ബട്ടണും മറ്റൊന്ന് AV എന്ന പേര് എഴുതിയിട്ടുള്ള ബട്ടൺ. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഫലപ്രദമായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഒരു എയർടെലിൻ്റെ ഒരു സെറ്റ് ഓഫ് ബോക്സിൻ്റെ ഒരു റിമോട്ട് ഉണ്ട്, എൻ്റെ കയ്യിൽ കാണാം. ഈ റിമോട്ട് നമ്മൾ എയർടെലിൻ്റെ ഡിഷ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ മറ്റ് DTH കമ്പനികൾ ഇതേപോലെ തന്നെ റിമോട്ടുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിലും അതും ഇതേപോലെ തന്നെ പെയർ ചെയ്ത് യൂസ് ചെയ്യാൻ കഴിയും. പക്ഷേ ഈ റിമോട്ടിൽ നമുക്ക് സ്വിച്ച് പെയർ ചെയ്യാൻ ഒരു ചെറിയൊരു മെത്തേഡ് ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ ഇവിടെയായിട്ട്, ഈ ടിവിയുടെ ഈ ഭാഗത്തായിട്ട് TV എന്ന് എഴുതിയ ഒരു ബട്ടൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. TV എന്ന് എഴുതിയൊരു ബട്ടൺ. അതുപോലെ തന്നെ ഇവിടെ AV എന്ന ഒരു ബട്ടൺ കാണാൻ സാധിക്കും. അപ്പം ഈ TV എന്ന ബട്ടണും ഈ AV എന്ന ബട്ടണും ഇത് രണ്ടും ഡെമ്മിയാണ്. നിലവിൽ വാങ്ങുമ്പോൾ തന്നെ ഡെമ്മി ആയിരിക്കും ഉണ്ടാവുക. ഈ സെറ്റ് ഓഫ് ബോക്സ് എന്ന് എഴുതിയ ഈ ഒരു ബട്ടൺ മാത്രമായിരിക്കും നമ്മൾ പവറായിട്ട് സെറ്റ് ഓഫ് ബോക്സ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. ബാക്കി രണ്ടും ഡെമ്മി സ്വിച്ചുകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഈ ബട്ടൺ എങ്ങനെ നമുക്ക് പ്രവർത്തിപ്പിക്കാമെന്ന് നോക്കാം. അതിനാണ് നിങ്ങൾ TVയുടെ റിമോട്ട് എടുക്കുക. ടിവിയുടെ റിമോട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ടിവിയുടെ റിമോട്ടിൽ ഈ ഒരു പവർ ബട്ടൺ ഉണ്ടാവും. ഈ പവർ ബട്ടൺ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഒരു TV എന്ന് പറഞ്ഞ ഈ ഒരു ബട്ടണിലേക്ക്, ഈ ഒരു സിഗ്നലിനെ ഈ ഒരു ബട്ടണിലേക്ക് നമുക്ക് കൊണ്ടുവരും. നമ്മൾ സെറ്റ് ഓഫ് ബോക്സിൻ്റെ റിമോട്ടിൻ്റെ ഈ ഒരു ബട്ടണിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു പവർ ബട്ടനെ, ഈ ടിവിയുടെ ഈ ഒരു പവർ ബട്ടൺ നമുക്ക് കൊണ്ടെത്തിക്കണം. അതിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇതിനെ നമുക്ക് അറിയാം, എയർടെലിൻ്റെ ഈ ഒരു റിമോട്ട് എടുക്കുക. ഈ ഒരു റിമോട്ട് ശരിക്കും കാണാമല്ലോ അല്ലേ. ഈ ഒരു റിമോട്ട് എടുത്തിട്ട് ഇതിൻ്റെ OK ബട്ടൺ, ഈ ഒരു OK ബട്ടൺ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ 2 എഴുതിയിട്ടുള്ള ഒരു ലെറ്ററും കാണാം, 2 എന്ന് എഴുതിയിട്ടുള്ള 2. ആ സ്വിച്ചും 2 എന്ന സ്വിച്ചും OK ബട്ടണും കൂടെ ലോങ് ആയിട്ട് പ്രസ് ചെയ്ത് പിടിക്കുക. 2 ഒറ്റ ടൈമിൽ ലോങ് ആയിട്ട് പ്രസ് ചെയ്ത് പിടിക്കണം. അതിന് ശേഷം ലോങ് ആയിട്ട് പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ഇവിടെ ഒരു LED ലൈറ്റ് ഉണ്ട്. ഈ LED ലൈറ്റ് 2 തവണ ബ്ലിങ്ക് ചെയ്യും. ലോങ് ആയിട്ട് പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ LED ലൈറ്റ് 2 തവണ ബ്ലിങ്ക് ചെയ്യും. ആ സമയത്ത് നമ്മൾ ഇതിന് കൈയെടുത്ത ശേഷം ഈ LED ലൈറ്റ് എന്ത് ചെയ്യും, ഇതേപോലെ ഇങ്ങനെ കത്തിയോണ്ട് നിൽക്കും, കെടാതെ ഇങ്ങനെ കത്തിയോണ്ട് നിൽക്കും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഏത് സ്വിച്ചാണ്, 2 സ്വിച്ച് ഉണ്ട്, ഇതിൽ ഏത് സ്വിച്ചാണ് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കേണ്ടത് വെച്ചാൽ ആ സ്വിച്ചിൻ്റെ മുകളിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ TV എന്ന സ്വിച്ചിലാണെങ്കിൽ ആ TV എന്ന സ്വിച്ചിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു പവർ നേരെയാക്കി പിടിക്കുക. ഇത് രണ്ടും തമ്മിൽ ഇങ്ങനെ നേരെയാക്കി പിടിച്ചിട്ട്, അതായത് ഇതിൻ്റെ സിഗ്നൽ വരുന്ന ഈ ഒരു പോർഷൻ കണ്ടില്ലേ, ഈ ഒരു LED ലൈറ്റ്, 0 ബൾബിൻ്റെ പോലത്തുള്ള ഈ ലൈറ്റിനും ഈ ഒരു ലൈറ്റും തമ്മിൽ എന്ത് ചെയ്യുക, നേർക്ക് നേരെ പിടിച്ച ശേഷം വേണം നമുക്ക് എന്ത് ചെയ്യാം, നേർക്ക് നേരെ പിടിച്ചിട്ട് ഈ ഒരു TVയുടെ ഈ ഒരു ബട്ടൺ എന്ത് ചെയ്യുക, ഒന്ന് പ്രസ് ചെയ്ത് വിടുമ്പോൾ നമുക്കിവിടെ നോക്കിയാൽ ഇത് റിസീവ് ആവുന്ന സിഗ്നൽ നമുക്ക് ജസ്റ്റ് കാണിക്കും. റിസീവ് ആയ സിഗ്നൽ കാണിച്ച ശേഷം വീണ്ടും ഒന്നും കൂടി TV എന്ന ബട്ടൺ ഒന്നുകൂടെ പ്രസ് ചെയ്യുക.
എന്നിട്ട് വീണ്ടും നമ്മൾ ഈ ഒരു പവർ ബട്ടൺ ടിവിയുടെ റിമോട്ടിലെ ഈ പവർ ബട്ടൺ ഒന്നുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് വിടുക. അപ്പോഴും റിസീവ് ആവുന്ന സിഗ്നൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഒന്ന് ബ്ലിങ്ക് ചെയ്യാൻ കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഈ സിഗ്നൽ അതായത് ഈ പവർ ബട്ടൻ്റെ ഈ ഒരു ഫംഗ്ഷൻ പിന്നീട് ടൈം തൊട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടി വിയുടെ ബട്ടണായിട്ട് അതായത് ഈ ടി വി സ്വിച്ചിൻ്റെ പവർ ബട്ടണായിട്ട് ഈ ഒരു റിമോട്ടിൽ വർക്ക് ചെയ്യാൻ തുടങ്ങും. ഈ ഒരു ബട്ടൺ ഈ ഒരു സ്വിച്ചിൽ വർക്ക് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ റിമോട്ട് വേണ്ട, നമുക്ക് ഇനി വേണമെങ്കിൽ ഈ റിമോട്ട് വെച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് ടി വിയും സെറ്റ് ടോപ്പ് ബോക്സും ഓൺ ആക്കാനും ഓഫ് ചെയ്യാനും നമുക്ക് കഴിയും. അതേപോലെ തന്നെയാണ് ഇവിടെ AV എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ഇതും ഇതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പെയർ ചെയ്യാം. അതിനാണ് നമ്മൾ ചെയ്യേണ്ടത് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഓക്കെ ബട്ടണും 2 എന്ന് എഴുതിയ ബട്ടണും ടൈമിൽ പ്രസ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം പ്രസ് ചെയ്യുമ്പോൾ പിടിക്കുമ്പോൾ 2 വട്ടം LED ഇങ്ങനെ ഒന്ന് ബ്ലിങ്ക് ആവും. അതിനുശേഷം കൈയെടുക്കുക. കൈയെടുത്ത ശേഷം AV എന്ന ഈ ഒരു സ്വിച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം ടി വിയുടെ റിമോട്ട് എടുത്തിട്ട് അതിൻ്റെ സോഴ്സ് എന്ന ബട്ടൺ, ഇപ്പോൾ AV എന്ന ബട്ടൺ ഉണ്ടെങ്കിൽ ടി വിയുടെ AV എന്ന ബട്ടണോ, സോഴ്സ് എന്ന ബട്ടണാണെങ്കിൽ ടി വിയുടെ സോഴ്സ് എന്ന ബട്ടൺ ഏതാ നമുക്ക് വേറെ ഉണ്ടെന്ന് വെച്ചാൽ അതിൽ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഇതിനെ നേർക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കുക. ഈ ഒരു 2 പോർഷനും ഇവിടെ ഈ ഒരു സ്വിച്ച് പ്രസ് ചെയ്ത് ഇതിനെ നേർക്ക് പിടിക്കുക. എന്നപ്പോൾ റിസീവ് ആവുന്ന കാണും. റിസീവ് ആവുന്ന ശേഷം വീണ്ടും ഒന്നും കൂടെ എന്ത് ചെയ്യുക, AV എന്ന ബട്ടൺ ഒന്നുകൂടെ പ്രസ് ചെയ്യുക. വീണ്ടും അതേപോലെ തന്നെ സോഴ്സ് എന്ന ബട്ടൺ, ടി വിൻ്റെ സോഴ്സ് എന്ന AV എന്ന ബട്ടൺ ഏതാണോ വെച്ചാൽ ആ ബട്ടൺ ഒന്നുകൂടെ പ്രസ് ചെയ്ത് വിടുക. അപ്പോൾ റിസീവ് ആവുന്ന കാണും. ശേഷം എന്ത് ചെയ്യുക, ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ തന്നെ എന്ത് ചെയ്യും, ഈ സ്വിച്ചും ഈ 2 സ്വിച്ചും ഏകദേശം ഈ ഡിജിറ്റൽ ടി വി എയർടെലിൻ്റെ സെറ്റ് ടോപ്പ് ബോക്സിൻ്റെ റിമോട്ടിലേക്ക് എന്തായി പെയറായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ റിമോട്ടിൻ്റെ ആവശ്യമില്ല, നമുക്ക് ടി വി കൺട്രോൾ ചെയ്യാനും സെറ്റ് ടോപ്പ് ബോക്സ് കൺട്രോൾ ചെയ്യാനും ഈ ഒരു റിമോട്ട് കൊണ്ട് സാധിക്കും. ഇനി നമ്മൾ ടി വി ഒന്ന് മാറ്റി വേറെ ടി വി വാങ്ങുന്നവരുണ്ടെങ്കിൽ, ഇപ്പോൾ നിലവിലിപ്പോൾ വർക്ക് ചെയ്യുന്ന ടി വി കംപ്ലൈൻ്റ് ആയി നമ്മൾ പുതിയ ടി വി വാങ്ങുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു റിമോട്ട് നമുക്ക് അതായത് പഴയ ടി വിയുടെ റിമോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ പുതിയ ടി വിയുടെ റിമോട്ട് വേണമെങ്കിൽ ഇതിനകത്തേക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പഴയ ടി വിയുടെ ഈ സ്വിച്ചിൽ പഴയ ടി വിയുടെ ഫംഗ്ഷൻസിലായിരിക്കും ഈ 2 സ്വിച്ചും വർക്ക് ചെയ്യുക. അപ്പോൾ ഇതെന്ത് ചെയ്യാം, നമുക്ക് ക്യാൻസൽ ചെയ്യണം. ഇത് ക്യാൻസൽ ചെയ്തിട്ട് പുതിയ ടി വിയുടെ റിമോട്ടിൽ പുതിയ ടി വിയുടെ ആ റിമോട്ടിലുള്ള ആ ഒരു സിഗ്നൽ എന്ത് ചെയ്യണം, ഈ 2 സ്വിച്ചിലേക്ക് നമുക്ക് പെയർ ചെയ്യണം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ഈ റിമോട്ടിൽ നിന്ന് എന്ത് ചെയ്യണം, ഈ ഒരു ഫംഗ്ഷൻ ക്യാൻസൽ ചെയ്യണം. അതിന് വേണ്ടി ചെയ്യേണ്ടത് നമ്മൾ ഓക്കെ ബട്ടൺ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ ബട്ടണും ഈ റെഡ് എഴുതിയൊരു സ്വിച്ച് ഉണ്ട്, ഓക്കെ ബട്ടണും ഈ റെഡ് എന്ന് എഴുതി കാണിക്കുന്ന ഈ ഒരു സ്വിച്ചും കൂടെ ഒരുമിച്ച് പ്രസ് ചെയ്ത് പിടിക്കുക. ലോങ് ആയിട്ട് പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ വീണ്ടും ഒരു എന്ത് ചെയ്യും, 2 വട്ടം ഇങ്ങനെ ബ്ലിങ്ക് ആവും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ കാണാം 970 980 ഈ ഒരു നമ്പർ യഥാക്രമം അടിച്ചു കൊടുക്കുക. അതായത് ഒന്നുകൂടെ കാണിച്ചു തരാം. ഈ നമ്മൾ എന്ത് ചെയ്യണം, ഓക്കെയും റെഡ് സ്വിച്ചും ഒരേ ടൈമിൽ പ്രസ് ചെയ്ത് പിടിക്കുക. അതിന് ശേഷം ഇങ്ങനെ ബ്ലിങ്ക് ആവും. അതിന് ശേഷം എന്ത് ചെയ്യാം, 980 എന്നുള്ളത് എന്ത് ചെയ്യുക, യഥാക്രമം അടിച്ചു കൊടുക്കുക. 980 എന്ന് നമ്മൾ എന്ത് ചെയ്യുക, യഥാക്രമം 9 കഴിഞ്ഞ് 8 കഴിഞ്ഞ് 0 എന്നിങ്ങനെ വിട്ട് അടിച്ചു കൊടുക്കുക. അതിന് ശേഷം ഒന്ന് വെയിറ്റ് ചെയ്ത ശേഷം ഓക്കെ ബട്ടൺ അമസ് ചെയ്യുക. അപ്പോൾ അത് അടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ഓക്കെ ചെയ്യല്. ഈ 2 ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഓക്കെയും റെഡ് ബട്ടണും പ്രസ് ചെയ്ത് ലോങ് പ്രസ് ചെയ്ത് പിടിച്ചു, LED ഒന്നും ഇങ്ങനെ ബ്ലിങ്ക് ആയി. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, 980 പ്രസ് ചെയ്തു. അതിനുശേഷം കുറച്ചൊന്ന് ഡിലേ കൊടുത്തിട്ട് ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നേരത്തെ ചെയ്തു വെച്ച ഈ ടി വി എന്ന സ്വിച്ചിലും AV എന്ന ഈ സ്വിച്ചിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നിലവിലെ ടി വിയുടെ ആ ഒരു ഫംഗ്ഷൻ ക്യാൻസൽ ആകുകയാണ് ചെയ്യുക. അപ്പോൾ പിന്നെ വീണ്ടും ഇതെന്താ പഴയ പോലത്തെ ഡെമ്മി സ്വിച്ചായിട്ട് വർക്ക് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെ ഡെമ്മി സ്വിച്ചായിട്ട് വർക്ക് ചെയ്യും. പിന്നെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യുക, പുതിയ ടി വി ഉണ്ടെങ്കിൽ ആ ടി വിയുടെ സിഗ്നൽ നമുക്ക് പവർ സ്വിച്ചും അതുപോലെ തന്നെ സോഴ്സ് സ്വിച്ചും നമുക്ക് എന്ത് ചെയ്യുക, ഈ റിമോട്ടിലേക്ക് വീണ്ടും നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ പുതിയ ടി വി വാങ്ങുന്നവർക്ക് പഴയ റിമോട്ടിൽ ഒഴിവാക്കിയിട്ട് പുതിയ റിമോട്ടിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഇതിലേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് ഇത് നമ്മൾ സെറ്റ് ചെയ്ത് യൂസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, വീഡിയോയിൽ കാണിക്കുന്ന പോലെ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് യൂസ് ചെയ്യാൻ കഴിയുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ പുത്തൻ ചിന്തയും പുതിയ അറിവുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം, ഏറ്റുമുട്ടാം. അതുവരെയും ശുഭപ്രതീക്ഷകൾ ശുഭചിന്തകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം അസുമോൻ എന്നത്തേക്ക് ഇവിടെ വാങ്ങിയാണ്.